എണ്ണയിലൊന്നും മുക്കി പൊരിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഫ്താർ സ്നാക്ക് കണ്ടു നോക്കാം. ഇനി ഇതിനായി കുറച്ച് ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്ത് മിക്സ് ആക്കിയതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയൊരു ബൗളിലേക്ക് ഒരു കഷ്ണം കാബേജ് കട്ട് ചെയ്തെടുത്തതും, ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതും, ഒരു സവോള കട്ട് ചെയ്തത്, ഒരു കഷ്ണം ക്യാപ്സിക്കം കട്ട് ചെയ്തതും, ഇനി ഫ്രൈ ചെയ്തെടുത്ത ചിക്കനും 2.5 ടേബിൾ സ്പൂൺ മയോണീസും കുറച്ച് മല്ലിയിലയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം മാറ്റി വെക്കുന്നുണ്ട്. ഇനി 10 പീസ് ബ്രെഡ് കട്ട് ചെയ്തെടുത്തതിലേക്ക് 2 മുട്ട പൊട്ടിച്ചത്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ അടിച്ചെടുക്കാവുന്നതാണ്. ഇനി സോസ് പാൻ ചൂടായതിലേക്ക് അല്പം നെയ്യാക്കി കൊടുത്തിട്ട് ഈ അടിച്ചെടുത്ത ബാറ്ററിൻ്റെ പകുതി ആദ്യം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ ഫില്ലിങ്ങും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇനി ബാക്കിയുള്ള ബാറ്ററി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ടോപ്പിലായി കുറച്ച് ഫ്രൈ ചെയ്തെടുത്ത ചിക്കനും, ഒരു കഷ്ണം ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തതും, മല്ലിയിലയും ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ അടിയിലൊരു പഴയ പാൻ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി ഒരു സൈഡ് റെഡിയായി വന്നാൽ മറിച്ചിട്ടും ഒന്ന് മൊരിയിപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഫ്താർ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.